നമസ്കാരം. 2025 ജൂൺ മാസം 5-ാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നറുക്കെടുക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ജ്യോതിഷ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെ തീർച്ചയായിട്ടും വന്നു ചേരട്ടെ, ലോട്ടറി ഭാഗ്യം ഉണ്ടാകട്ടെ. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം. തുടർന്ന് ഏതൊക്കെ നമ്പറുകൾക്കായിരിക്കും സാധ്യത എന്നുള്ളതും പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇപ്പോഴത്തെ സമയമനുസരിച്ച് വ്യാഴാഴ്ച ദിവസം മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അവർക്ക് കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മകരക്കൂറിൽപ്പെട്ട ഉത്രാട മുക്കാൽ തിരുവോണം അവിട്ടൻ 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. തിരുവോണം നാളുകാർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാളുകാരൊക്കെ 50 രൂപ കൊടുത്ത് കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹമുണ്ടായാൽ, ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം കിട്ടും. കാരണം ഒരു നാളിൽ ഒരു നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് ജാതകരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ ഭാഗ്യദേവതയാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പിൽ കൂടി ഈ നാളിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത വ്യാഴാഴ്ച ദിവസം ഉണ്ടെന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഏത് വ്യക്തിക്കാണെന്ന് എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് അത് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ നാളുകാർക്കാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഏതൊക്കെ നമ്പറുകളിലാണ് ഈ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്? സംഖ്യാശാസ്ത്ര പ്രകാരമാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വ്യാഴാഴ്ചത്തെ കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ 6 അക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 5 വരിക, 6 വരിക. അപ്പോൾ 6 അക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ 5 വരണം. ഇപ്പോൾ അവസാനം 32 വരുന്നതെങ്കിൽ സംഖ്യകളെല്ലാം കൂട്ടി 32 വന്ന് നിൽക്കുകയാണെങ്കിൽ 3 2 5. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. 33 വന്ന് നിൽക്കുന്നതെങ്കിൽ 3 3 6. അപ്പോൾ അങ്ങനെ 5 വരിക, 6 വരിക, അങ്ങനെയുള്ള സംഖ്യകൾ എടുക്കുക. 4 അക്ക സംഖ്യ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ 5 വരിക, 6 വരിക, അങ്ങനെ സംഖ്യകളും എടുക്കുക. ഇത് കൂടാതെ ഈ 6 അക്ക സംഖ്യ ആണെങ്കിലും 4 അക്ക സംഖ്യ ആണെങ്കിലും അതിൻ്റെ അവസാനത്തെ 2 അക്ക സംഖ്യകൾ 05, 06, 14, 15, 23, 24, 32, 33, 41, 42, 50, 51, 60, 68, 69, 77, 78, 86, 87, 95, 96, 05, 14, 23, 09, 18, 27. അപ്പോൾ ഇങ്ങനെ ഉള്ള 2 അക്ക സംഖ്യകൾ ഈ എടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാനം ഉണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ അവസാനത്തെ 2 അക്ക സംഖ്യകൾ ഈ പറഞ്ഞ നമ്പറുകളാണോ ഇല്ലയോ നോക്കുക. ഈ പറഞ്ഞ നമ്പറുകളിലുള്ള ടിക്കറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അപ്പോൾ തുടർന്നുള്ള 4 നമ്പറുകളും അല്ലെങ്കിൽ 2 നമ്പറുകളും, 4 അക്ക സംഖ്യ നോക്കി എടുക്കുന്നവരാണെങ്കിൽ തുടർന്നുള്ള 2 നമ്പർ നോക്കിയാൽ മതി. 6 അക്ക സംഖ്യകളാണ് നോക്കിയെടുക്കുന്നതെങ്കിൽ തുടർന്നുള്ള 4 സംഖ്യകൾ നിങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്ന 4 സംഖ്യയും ഞാൻ പറഞ്ഞു തന്ന അവസാനത്തെ 2 സംഖ്യയും കൂടെ കൂട്ടി നോക്കുമ്പോൾ 5 വരണം അല്ലെങ്കിൽ 6 വരണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചാൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും അത് സംയുക്തമായി പ്രവർത്തിക്കട്ടെ. ആ സംയുക്തമായി പ്രവർത്തിച്ചാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുള്ളൂ. ഞാൻ അവസാനത്തെ 2 അക്ക സംഖ്യകളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ 4 അക്ക സംഖ്യ നോക്കുന്നവർ
രണ്ട് സംഖ്യകൾ നിങ്ങൾ കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന സംഖ്യയും ഞാൻ പറഞ്ഞ സംഖ്യയും കൂടെ കൂട്ടി നോക്കുമ്പോൾ 5 വരണം, 6 വരണം. അപ്പോൾ 6 അക്ക സംഖ്യകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, വലിയ പ്രൈസാണ്, 1ാം സമ്മാനം 2ാം സമ്മാനമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ അവസാനത്തെ 2 നമ്പറുകൾ ഉണ്ടല്ലോ, ആ നമ്പർ കിട്ടിയാൽ ബാക്കി തുടർന്നുള്ള 4 നമ്പറുകൾ ഈ 2 നമ്പറുമായിട്ട് കൂട്ടി നോക്കുമ്പോൾ 5 വരണം, 6 വരണം. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. തിരിച്ചു കൊടുക്കേണ്ടാത്ത, ബാധ്യതയില്ലാത്തൊരു ധനമാണ് 50 രൂപ മുടക്കി നമുക്ക് കിട്ടുന്നത്. സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്നവർക്ക് വലിയ ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. നന്ദി, നമസ്കാരം.